പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും നമ്മൾ തലസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങളാണ്. ഈ നാടകം എന്ന് അവസാനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കേരള സർവകലാശാല രജിസ്ട്രാറായി മിനി കാപ്പനെ നിയമിച്ച് ഉത്തരവിറക്കി. വി സിക്ക് തോന്നുന്നത് പോലെയൊക്കെ ഉത്തരവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. വി സിയുടെ നിർദ്ദേശപ്രകാരം ജോയിന്റ് രജിസ്ട്രാറാണ് ഉത്തരവിറക്കിയത്. അസാധാരണ നീക്കങ്ങളാണ് സർവകലാശാലയിൽ നടക്കുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ തടയാൻ വൈസ് ചാൻസലർ. രജിസ്ട്രാറിന്റെ മുറിയിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം. കേരള സർവകലാശാലയിൽ കനത്ത സുരക്ഷയാണ്. പതിവിനേക്കാൾ കൂടുതൽ പോലീസ് വിന്യാസമുണ്ട്. ഗോപാൽ ശിലാസനലുണ്ട്. ഗോപാൽ, വലിയ പോലീസ് സന്നാഹമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനി ഡിജോ കാപ്പൻ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവ് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നിറയെ പോലീസാണ് അവിടെ. രജിസ്ട്രാർ വന്നാൽ തടയണമെന്ന് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ KS അനിൽകുമാറാണോ മിനി കാപ്പനാണോ? ആരാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ? ഇപ്പോൾ സർവകലാശാലയിൽ ഈ ഘട്ടത്തിൽ 2 രജിസ്ട്രാർമാർ ഉണ്ട് എന്ന് പറയേണ്ടതായിരിക്കുന്നു ഡോക്ടർ അരുൺകുമാർ. കാരണം സിൻഡിക്കേറ്റ് വക ഡോക്ടർ KS അനിൽകുമാറും VC വക ഡോക്ടർ മിനി ഡിജോ കാപ്പനുമാണ് ഇപ്പോൾ സർവകലാശാലയിൽ രജിസ്ട്രാർമാരായി ചുമതലയേറ്റിട്ടുള്ളത്. കാരണം ഇപ്പോൾ അല്പനേരം മുൻപാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം 7-ാം തീയതിയുടെ ഡേറ്റിൽ മിനി കാപ്പന് ചുമതല കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ജോയിന്റ് രജിസ്ട്രാർ പുറത്തിറക്കിയിരിക്കുന്ന ആ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഡോക്ടർ KS അനിൽകുമാർ താൻ നിയമപരമായി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ സർവകലാശാലയിൽ രജിസ്ട്രാറായി തുടരാൻ യോഗ്യനാണ് എന്നും സിൻഡിക്കേറ്റ് നിർദ്ദേശപ്രകാരം ഇന്ന് സർവകലാശാലയിലെത്തുമെന്നും ആ ജോലിയിൽ തുടരുമെന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ 2 പേരും കൂടി വന്നാൽ ആകെ ഒരു കസേര മാത്രമാണ്, ഒരു മുറി മാത്രമാണ് ഇവിടെ രജിസ്ട്രാർക്കായി അനുവദിച്ചു നൽകിയിട്ടുള്ളത്. ആ മുറിയിൽ, ആ കസേരയിൽ ആരിയ്ക്കും, ആര് പ്രവേശിക്കും എന്നത് വേണം കണ്ടറിയാൻ. അതിൽ ഡോക്ടർ KS അനിൽകുമാറിനെ തടയുവാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കമൊക്കെ ഇപ്പോൾ വൈസ് ചാൻസലർ സമാന്തരമായി നടത്തുന്നുണ്ട്. വൈസ് ചാൻസലറുടെ രജിസ്ട്രാറുടെ മുറിയിലേക്ക് ആരെത്തിയാലും, അനധികൃതമായി ആരെത്തിയാലും അവരെ തടയാനുള്ള നീക്കം വേണം, അല്ലെങ്കിൽ അവരെ പ്രവേശിപ്പിക്കരുത് ആ മുറിയിലേക്ക് എന്നതാണ് ഇതിൽ ഏറ്റവും അവസാനമായി വൈസ് ചാൻസലർ സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വരാന്ത എന്ന് പറയുന്നത്, ആ വരാന്തയിൽ ആ മരത്തിനിടയിലൂടെ ഒന്ന് സൂം ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടർ KS അനിൽകുമാർ എന്ന പേരിൽ ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ബോർഡ് ഇരിക്കുന്ന ആ ഓഫീസാണ് രജിസ്ട്രാറുടേത്. ആ ഓഫീസ് ഇരിക്കുന്ന ഈ വരാന്ത മുഴുവൻ, ആ ഓഫീസിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ബോർഡ് ഇരിക്കുന്ന ആ ഒരു വരാന്ത, ആ വരാന്ത ഉടനീളം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പോലീസുകാരെ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ VC സുരക്ഷ ഒരുക്കണം രജിസ്ട്രാറുടെ മുറിക്ക് എന്ന് നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം നൽകി ഏതാനും മണിക്കൂറുകൾക്കകം അവിടെ സുരക്ഷ ഉണ്ടായിരിക്കുന്നു. സർവകലാശാല സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെയും പോലീസിൻ്റെയും സുരക്ഷയാണ്. ആ റൂമിൽ ആരെയും പ്രവേശിപ്പിക്കരുത്, അനധികൃതമായി വരുന്ന ആരെയും. ഇപ്പോൾ VCയുടെ നിലപാട് പ്രകാരം അവിടെ അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ ഡോക്ടർ KS അനിൽകുമാറാണ്. ആ KS അനിൽകുമാറിനെ പ്രവേശിപ്പിക്കരുത് എന്ന് തന്നെയാണ് ആ പേര് പറയാതെ VC ആ നിർദ്ദേശപ്രകാരം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സർവകലാശാലയിൽ ഉടനീളം കനത്ത പോലീസ് വിന്യാസമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടതായിരിക്കുന്നു. സർവകലാശാലയിൽ മുഴുവൻ ആ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പോലീസ് വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ SFI സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കനത്ത സുരക്ഷാ ബന്ദോബസ്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവർ ആ മാർച്ചിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവരുടെ DYFI എത്തും. അതിനുശേഷം എനിക്കൊന്ന് SFI പ്രവർത്തകർ രാജ്ഭവൻ ഉപരോധിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ SFI പ്രവർത്തകരും ചേരും. വലിയ രീതിയിലുള്ള ഒരു മാർച്ചും പ്രതിഷേധവും ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിൽ 2 സമരങ്ങളാണ് ഈ സർവകലാശാല വിഷയത്തിൽ ഇന്ന് ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് SFIയുടെ പഠിപ്പുമുടക്ക് സമരം, അതിനോടൊപ്പം തന്നെ ആ പഠിപ്പുമുടക്ക് സമരത്തിന് ശേഷം 12 മണിയോടുകൂടിയുള്ള രാജ്ഭവൻ മാർച്ച്. 2 DYFIയുടെ സർവകലാശാല യൂണിവേഴ്സിറ്റി മാർച്ചാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ SFIയുടെ സമരം സർവകലാശാലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഈ റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് ഇന്നലെ ഔദ്യോഗികമായി ചുമതലയേറ്റുവെങ്കിലും അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. അദ്ദേഹം
ഇന്ന് സർവകലാശാലയിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം സർവകലാശാലയിലേക്ക് മടങ്ങിയെത്തിയാൽ അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും തടയും, അദ്ദേഹത്തിന് നേരിട്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമെന്ന് തന്നെയാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗണവേഷത്തിൽ മോഹൻ കുന്നുമ്മൽ ധ്വജപ്രണാമം ചെയ്യുന്ന ഫോട്ടോയാണ് ആ കവാടത്തിന് മുന്നിൽ SFI പ്രവർത്തകർ സ്ഥാപിച്ചത്. അങ്ങനെ അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇത്ര വലിയ പ്രതിഷേധം ഒരുക്കിയ SFI അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ അതിനെ തടയുക എന്നത് അവരുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്ന തരത്തിലേക്കാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം DYFI SFI ഏറ്റെടുത്ത സമരം അത് തെരുവിലേക്ക് DYFI കൂടി ഇറങ്ങുന്നു എന്ന് ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പോലെ നമുക്ക് കാത്തിരുന്ന് കാണാം. വലിയ പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റഷ്യയിൽ സന്ദർശനത്തിന് പോയ VC തിരിച്ചെത്തിയിട്ടുണ്ട്. VC എന്നല്ല, താൽക്കാലിക VC ആണ് മോഹൻ കുന്നുമ്മൽ. ആ താൽക്കാലിക VC ആണ് ഇത്രയും അധികം കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ.